ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നെറ്റ്കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ, ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകും. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു പീച്ചിന്റെ തന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലാണ് അതിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് യോക്കിൽ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയാണ്, നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ് വേക്കൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ സെന്റർ പോർഷനിലേക്കും ആ രണ്ട് കളറിന്റെയും കോമ്പിനേഷനിൽ ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെ ഒരു ചെക്ക് പാറ്റേൺ ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഡെയിലി വെയർ, ഓഫീസ് വെയർ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പ് ലെങ്ത് വരുന്നത് നമുക്കൊരു 46-47 ലെങ്ത് വരുന്നുണ്ട്. ഷോൾ വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ ആ ഒരു യോക്കിൽ വരുന്ന ആ സെയിം പാറ്റേൺ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊരു ബോർഡറും കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഒരു ലീഫിന്റെ പാറ്റേൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും സ്കാലപ്ഡ് ആണ്. 2.25 മീറ്റർ ആണ് ഷോളിന് ലെങ്ത് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോൺ തന്നെ സാൻഡൂൺ മെറ്റീരിയലാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുവാണ്. 699 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. ഇതിനകത്തും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്വീക്കൻസിന്റെ വർക്കും നല്ല ഹെവി ആയിട്ട് തന്നെ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതാ ഇങ്ങനെ വരും. നെറ്റ്കോട്ട തന്നെ ഫാബ്രിക് വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ ആണ്. ഇതുപോലെ ഷോൾ വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഇതിലേക്ക് വരുന്നുണ്ട്. പിങ്കിന്റെ പീച്ചിന്റെ ഒരു കോമ്പിനേഷനിൽ ഇതുപോലെ. പ്രൈസ് വരുന്നത് 660 ആണ്. അടുത്ത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗ ഷെയ്ഡിലേക്കാണ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ നല്ല ഭംഗി. ഇത് ഈ ഒരു സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഷോൾഡറിലേക്ക് കയറിയിട്ട് ആ ഒരു വർക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നതിൽ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ ഷോളും കാണാനായിട്ട്. ഒരു ഗ്രീനിന്റെ പിങ്കിന്റെ പീച്ചിന്റെ എല്ലാം കോമ്പിനേഷനിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഷോളും ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. 785 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും സെയിം ടോൺ സാൻഡൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുഞ്ഞു ബോർഡറും കൂടെ ഷോളിലേക്ക് വരുന്നുണ്ട്. നല്ല രസമുള്ള ബോർഡറാണ് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ടും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 835 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മൗ ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെ യോക്കിലെ നെക്ക് ലൈനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻഡൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. നല്ല രസമാണ് ആ ഒരു ബോർഡർ കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു വർക്ക്. രണ്ട് സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റേഡ് ആയിട്ടും ചെറിയ ചെറിയ ഒരു പാറ്റേൺ എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. 835 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലേക്കാണ് അതിന്റെ കോമ്പിനേഷൻ. കോൺട്രാസ്റ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് വൈറ്റ് കളറിലാണ്. വൈറ്റ് കളറിന്റെ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് പ്ലസ് ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറും കോമ്പിനേഷനും ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോൺ സാൻഡൂൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. രണ്ട് സൈഡും ബോർഡേഴ്സ് വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. സ്കാറ്റേഡ് ഇതുപോലെ ബോഡിയിലേക്ക് സ്കാറ്റേഡ് ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെ ഫ്ലവറിന്റെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. എല്ലാം വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തതിലെല്ലാം സ്വീക്കൻസ് ഹെവി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 910 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഫുൾക്കാരി വർക്കുമായിട്ട് കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫുൾക്കാരി വർക്കാണ് വരുന്നത്. ഇതുപോലെ യോക്ക് ആ ഒരു സെന്റർ പോർഷനിലേക്ക് സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബാക്ക് സൈഡിലേക്ക് ആ ഫുൾക്കാരി വർക്ക് വരുന്നില്ല. പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നെറ്റ്കോട്ട തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഷോൾ വരുന്നതും കോട്ട ഫാബ്രിക്കിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ റെഡ് വേണമെങ്കിൽ കോമ്പിനേഷൻ അങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ബോട്ടം പെയർ ചെയ്യാം. ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ മെറ്റീരിയൽ ഹെവി സാൻഡൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ സെറ്റ് വരുന്നത്. 915 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് നിറയെ ആ ഒരു ഫുൾക്കാരി വർക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. സെന്ററിൽ ഇതുപോലെ സ്പോഞ്ച് ബോൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതിന്റെയും ഷോള് പ്രിന്റഡ് ഷോളാണ് വരുന്നത്. മെറ്റീരിയൽ കോട്ട ഫാബ്രിക് തന്നെ വരുന്നു കേട്ടോ. ഇതാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെയിം ടോൺ തന്നെ വരും. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നെറ്റ്കോട്ടയിൽ തന്നെ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നു. ഇതിനകത്ത്
ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. സെൽഫായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കണ്ട്. ഫുള്ളായിട്ടും ഫ്രണ്ടിൽ അത് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിനും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നു. സാൻറ്റൂൺ ആണ് ഫാബ്രിക് മെറ്റീരിയൽ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലേക്കാണ് ഷോള് വരുന്നത്. ഒരു പ്ലെയിൻ സെറ്റിന്റെ കൂടെ വേറെ സെറ്റിന്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെ ഒരു ഷോള് തന്നെയാണ് കേട്ടോ. കുറേ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷോളാണ്. നമുക്ക് അടുത്ത് നോക്കാം. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. ഒരുപാടങ്ങ് ഇരുണ്ട നേവി ബ്ലൂ അല്ല കേട്ടോ. ഫുള്ളായിട്ടും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതിനകത്തും ബേസ് ആയിട്ട് ആ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു. മൾട്ടി കളർ കോമ്പിനേഷൻ അതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ബോർഡറോട് കൂടിയിട്ട് വരുന്നു. 960 പ്രൈസ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്കാണ്. ഇതിനകത്ത് വളരെ ലൈറ്റ് ഷെയ്ഡിലേക്കാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് ഒരു ബേബി യെല്ലോ ഷെയ്ഡിലേക്കൊക്കെയാണ് അതിന്റെ ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സ്വീകൻസിന്റെ വർക്ക് മാടി ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റൂൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. രണ്ട് സൈഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. 960 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ക്രീം കളറിലേക്കാണ് വരുന്നത്. അതിനകത്ത് തന്നെ സെൽഫായിട്ടാണ് അതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീകൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ് കോട്ട് തന്നെ ഫാബ്രിക് വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും ആ ഒരു ക്രീം ഷെയ്ഡിലേക്ക് തന്നെ സാൻറ്റോൺ ഫാബ്രിക് ആണ് വരുന്നത്. ഷോള് വരുന്നതും നെറ്റ് കോട്ടയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ആ യോക്കിൽ വരുന്ന ആ ഒരു സെയിം വർക്ക് തന്നെ ബോർഡർ ആയിട്ട് ഷോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും വരുന്നുണ്ട്. 960 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. ഇതിനകത്ത് പിങ്ക് ആൻഡ് പീച്ച് കളർ കോമ്പിനേഷൻ ആണ്. നെക്ക് ലൈനിലേക്ക് നല്ല ഭംഗിയായിട്ട് ഗ്രീൻ കളറും കൂടെ ലീഫ് കൊടുക്കുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ സ്വീക്കൻസസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെയാണ് എല്ലാം വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ബോർഡർ. നല്ല രസം, നല്ല ഫിനിഷിംഗിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കാലപ്പും രണ്ട് സൈഡിലേക്ക് വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ 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 എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്നുണ്ട്. വിത്ത് സ്വീക്വൻസ് വർക്കോട് കൂടിയിട്ട് 969 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ആഷ് കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. അത് ഗ്രീൻ ആൻഡ് പിങ്ക് പീച്ച് കളർ കോമ്പിനേഷൻ ആണ് ഫ്ലവേഴ്സിൽ കൊടുക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോൺ തന്നെ സാൻറ്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ബോട്ടം മാത്രമല്ല വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. സെയിം ടോണിലേക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നു. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്, എല്ലാവർക്കും ഒക്കെ മാച്ചാവുന്ന കളറും കൂടിയാണ്. ഇതുപോലെയാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ബോർഡർ വരുന്നുണ്ട്. ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ രണ്ട് സൈഡ് സ്കാലപ്ഡ് ആണ്. സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ ചെറിയ ഫ്ലവർ കോമ്പിനേഷനും കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്ന ഒരു ലൈറ്റ് പീച്ച് കളർ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ. ഇതിനകത്ത് ഇതുപോലെ പ്രിന്റുകളാണ് പോകുന്നത്. ഒരു മൾട്ടി കളർ പീച്ചിന്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. മെറൂൺ കളർ വരുന്നുണ്ട്. ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെ പ്രിന്റുകളാണ് പോകുന്നത്. ബട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് താഴേക്കും വരുന്നുണ്ട്. ബാക്ക് സൈഡിലും ആ സെയിം പ്രിന്റുകൾ തന്നെ പോകുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ സെയിം പ്രിന്റുകൾ തന്നെ ഷോളിലേക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെയാണ് ഷോള് വരുന്നത്. സെയിം ടോണിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അത് വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഇങ്ങനെ സെന്ററിൽ കംപ്ലീറ്റ് ആയിട്ടും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നു. സൈഡിലേക്ക് ഇതുപോലെ ചെറിയൊരു ലേസ്, രണ്ട് സൈഡിലും ഒരു ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് മുഴുവനായിട്ടും താഴേക്ക് വരെ സെയിം ഇങ്ങനെ തന്നെ വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് നല്ല ഹെവി ഷോളാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു നേവി ബ്ലൂവിന്റെയും വൈറ്റ് കളറിന്റെയും കോമ്പിനേഷനിൽ തന്നെ വരുന്നു. ഇതുപോലെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതിനൊരു കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഫ്ലവർ നല്ല ഹെവി ആയിട്ട് തന്നെ ടോപ്പും വരുന്നുണ്ട്, ഷോളും വരുന്നുണ്ട്. സൈഡ്സ് എല്ലാം ഇതുപോലെ ലേസ് കൊടുത്തിട്ടാണ്, വൈറ്റ് കളറിന്റെ ലേസ് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. 1175 പ്രൈസ് വരുന്നത്. അടുത്ത നോക്കാം. നമ്മളിപ്പോൾ കണ്ടതിന്റെ വേറൊരു ഷെയ്ഡാണ്. നല്ലൊരു മൗ ഷെയ്ഡ്, എല്ലാവർക്കും ഒക്കെ മാച്ച് ആവുന്ന കളർ ഷെയ്ഡും കൂടിയാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ. സെന്റർ പോർഷനിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്നു. സൈഡ്സിലേക്ക് രണ്ടും ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങോട്ട് സൈഡ്സിലേക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെ വരുന്നു.
ഇങ്ങനെ ഷോൾ വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ. കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല രസമുള്ള കളറല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറുമാണ് വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇതുപോലെ നല്ല രസമുള്ള ഒരു പിങ്കിന്റെയും പീച്ചിന്റെയും ഒരു ഗ്രീനിന്റെയും വൈറ്റ് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. ഇത് സെൽഫായിട്ടും ഇവിടേക്ക് ആ ഒരു സെന്ററിലേക്ക് ആ ഒരു സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സ്വീക്കൻസിന്റെ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. സാൻറ്റൂൺ മെറ്റീരിയലിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെ വരുന്നു. ഷോള് വരുന്നത് ഇതുപോലെ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ അതിന്റെ ബോർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് സ്കാലപ്പോട് കൂടിയിട്ട്. സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 999 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് യോക്കിലേക്ക് ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ്. നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന കളർ ഷെയ്ഡ് തന്നെയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിനും ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബോട്ടം ലൈനിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള്. നമുക്കൊരു പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡുമാണ്. ആ ഒരു പാറ്റേൺ ആണെങ്കിലും ആ യോക്കിൽ വരുന്ന ആ സെയിം കളറിന്റെ കോമ്പിനേഷൻ തന്നെ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡിൽ ഷോളിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ ക്രോഷ്യ ലേസ് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡ്സിലേക്കും ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഷോളിന്റെ രണ്ട് എൻഡും ഇതുപോലെ ഹെവി ആയിട്ട് തന്നെയാണ് വരുന്നത്. ലേസ് കൊടുത്തൊന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. 1240 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയാണ്. ഒരു പീച്ച് കളറിലേക്കാണ് നമ്മളിപ്പോൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ് കോമ്പിനേഷൻ എല്ലാം വരുന്നത് ഇതുപോലെ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബോട്ടം ലൈനിങ്ങും വരുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ. നല്ല രസമാണ് ഷോളൊക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോള്. ഷോളിന്റെ എൻഡ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെയും പ്രൈസ് സെയിം തന്നെയാണ്. 1240 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്റ്റൈലിൽ 3 നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.